വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും സെഞ്ചുറി. മുംബൈക്ക് വേണ്ടി 7 വർഷത്തിനു ശേഷം ഓപ്പണറായി ക്രിസിലെത്തിയ രോഹിത് ശർമ്മയും 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിക്കായി കളിക്കുന്ന വിരാട് കോഹ്ലിയും സെഞ്ചുറി കുറിച്ചു. മുംബൈ ഓപ്പണറായി ഇറങ്ങിയ രോഹിത് സിക്കിമിനെതിരായ മത്സരത്തിലാണ് സെഞ്ചുറി കുറിച്ചത്. 94 പന്തിൽ 9 സിക്സും 18 ഫോറും ഉൾപ്പെടെ 155 റൺസ് എടുത്താണ് രോഹിത് പുറത്തായത്. ഹിറ്റ്മാന്റെ ഇന്നിംഗിൽ മികച്ച എലൈറ്റ് ഗ്രൂപ്പ് സി മത്സരത്തിൽ മുംബൈ സിക്കിമിനെ 8 വിക്കറ്റിന് കീഴടക്കി. 2010-11 സീസണിന് ശേഷം ആദ്യമായി വിജയ് ഹസാരെ കളിച്ച കോഹ്ലി ആന്ധ്രാപ്രദേശിലെ ഡൽഹിക്കായി 101 പന്തിൽ നിന്ന് 131 റൺസ് എടുത്ത ടീമിനെ വിജയത്തിലെത്തിച്ചു. ഏകദിന ഫോർമാറ്റിൽ 150-ലേറെ റൺസ് ഏറ്റവും കൂടുതൽ തവണ നേടുന്ന താരമെന്ന ഓസീസ് താരം ഡേവിഡ് വാർണറുടെ റെക്കോർഡിനൊപ്പം എത്താൻ രോഹിത്തിനായി. 9 തവണയാണ് ഇരുവരും 150-നു മേൽ സ്കോർ ചെയ്തത്. 38 പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട കോഹ്ലി ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അതിവേഗവും 10,000 റൺസ് പിന്നിടുന്ന താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. ക്രിസ്തുമസ് തലേന്ന് കൊച്ചി ബ്രോഡ്വേയിലെ മേത്തർ ബസാറിൽ വലിയ തിരക്കാണ്. ക്രിസ്തുമസ് വൈബാക്കാനാണ് കൊച്ചിക്കാരുടെ തീരുമാനം. ക്രിസ്മസിന്റെ തലേ ദിവസമായി ഇന്ന് ബ്രോഡ്വേയിൽ കാണുന്ന കാഴ്ചയാണിത്. അത്രത്തോളം ജനത്തിരക്കാണ് ബ്രോഡ്വേയിൽ അനുഭവപ്പെടുന്നത്. ക്രിസ്മസ് ആദ്യം എത്തുന്നത് ബ്രോഡ്വേയിലാണെന്നാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? നല്ല രീതിയിൽ പോയിരുന്നു. ക്രിസ്മസ് ഇത്തവണ എങ്ങനെയുണ്ട്? ക്രിസ്മസ് നല്ല രീതിയിൽ പോയി. നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല തിരക്കാണ് ബ്രോഡ്വേയിൽ അനുഭവപ്പെടുന്നതെന്നാണ് ഓരോരുത്തരും പറയുന്നത്. അത്രത്തോളം തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെയാണ് ക്രിസ്മസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാൻ വന്നവരുടെ എണ്ണവും കൂടുതലാണ്. ചേച്ചി, ക്രിസ്മസ് എങ്ങനെയുണ്ട്? ക്രിസ്മസ് നല്ലപോലെ. എങ്ങനെയുണ്ട് ചേട്ടാ ക്രിസ്മസ് ഒക്കെ? അടിപൊളിയല്ലേ? ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? കാഴ്ചകള് പറയേണ്ട ആവശ്യമുണ്ടാ? നമ്മുടെ ക്രിസ്മസ് ആദ്യം എത്തുന്നത് ബ്രോഡ്വേയിലാണെന്നാണ് പറയുക. എങ്ങനെയുണ്ട് ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ? കണ്ടോ? എല്ലാം കണ്ടു തീർത്തോ? കണ്ടുകൊണ്ട് വരുന്നേ ഉള്ളൂ. എത്ര മണിക്കൂറായി ഇപ്പൊ ഈ ബ്രോഡ്വേയിൽ തന്നെ കറങ്ങി തിരിയാൻ തുടങ്ങിയിട്ട്? മണിക്കൂറൊന്നും ആയിട്ടില്ല. ഈ ബ്രോഡ്വേയിലെ കാഴ്ചകൾ കാണുന്നതിന് കുറച്ച് അധികം സമയം വേണം. കാരണം അതിന്റെ റീസൺ ആണ് എൻ്റെ പുറകിൽ കാണുന്നത്. ആളുകളുടെ തിരക്കാണുള്ളത്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് കൊണ്ട് തന്നെ നാളെ ക്രിസ്മസ് ആണ്. അതുകൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം കൂടുതലാണ്. അത്രത്തോളം സാധനങ്ങൾ ഈ ബ്രോഡ്വേയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നിറത്തിലും വലിപ്പത്തിലുമുള്ള സ്റ്റാറുകളാണെങ്കിലും ട്രീകളാണെങ്കിലും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഈ രൂപങ്ങളാണെങ്കിലും അത്രത്തോളം നിരവധിയായിട്ടുള്ള ലൈറ്റുകളാണെങ്കിലും നിരവധിയായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ബ്രോഡ്വേയിൽ ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അതിനുപരി കാണാൻ വരുന്ന ആളുകളുടെ എണ്ണവും ഏറ്റവും കൂടുതലാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ? വളരെ രസമാണ് കാഴ്ചകളൊക്കെ. പ്രത്യേകിച്ച് നൈറ്റ് വരുമ്പോഴാണ് ഇവിടെ കൂടുതൽ ഭംഗി. സാധനങ്ങൾ വാങ്ങാൻ വന്നതാണോ? അതെ, സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. എന്തൊക്കെ വാങ്ങിപ്പോ? ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ച്, പിന്നെ അതിന് ഡെക്കറേഷൻ ആയിട്ടുള്ളത് മേടിക്കുകയാണ്. പിന്നെ സ്റ്റാർ മേടിക്കണം. നാളെയാണ് ക്രിസ്മസ്. അപ്പൊ അതിന്റെ വൈബ് എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ? വീട്ടിൽ അതിന് ഡെക്കറേഷനും എല്ലാവരും കൂടെ ആയിട്ട് ഫുഡും എല്ലാവരും കൂടെ അടിപൊളിയാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്. പിന്നെ കുറേ നാൾ കൊറോണയും ഒക്കെ കൊണ്ടുപോയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ചൊക്കെ ആയപ്പോൾ എല്ലാം അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ്? അടിപൊളിയാണ്. ബ്രോഡ്വേയിലെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? സൂപ്പറാണോ ചേച്ചി? ഇത്തവണത്തെ ക്രിസ്മസ്? അതെ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം എങ്ങനെയാണെന്ന് നമുക്ക് അപ്പം തീരുമാനിക്കാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയുണ്ട് ചേച്ചി ഇത്തവണത്തെ ക്രിസ്മസ് ഒക്കെ? അടിപൊളിയായിട്ട് തോന്നുന്നു. ബ്രോഡ്വേയിലെ തിരക്ക് എങ്ങനെയുണ്ട്? തിരക്ക് ഇപ്പം ഞങ്ങൾ ഈ സമയത്ത് വന്നതുകൊണ്ട് അധികം തിരക്കില്ല. രാത്രിയൊക്കെയാണ് നല്ല തിരക്കുണ്ടാവുന്നത്. നാളെ ക്രിസ്മസ് ആണ്. ഇത്തവണത്തെ വൈബാക്കാൻ തന്നെയാണ് തീരുമാനം? അടിപൊളിയായിട്ട്, തീർച്ചയായും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് ഒക്കെ? ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയി വന്നു തുടങ്ങി. പഴയ പോലെ ഹോൾസെയിലൊന്നുമില്ല. കടകളൊക്കെ പലതും കുറഞ്ഞു തുടങ്ങി. തിരക്ക് എങ്ങനെയുണ്ട് ബ്രോഡ്വേയില്?
കുഴപ്പമില്ല, തിരക്കൊക്കെ നല്ല തിരക്കാണ്. ഞായറാഴ്ച ദിവസമൊക്കെ തിങ്ങി നിറങ്ങി ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത പോലെ ആയിരുന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ്? ക്രിസ്മസ് സൂപ്പറാണ്. എങ്ങനെയുണ്ട് ബ്രോഡ്വേയിലെ? പിന്നെ ഈ തലേദിവസം അതുകൊണ്ട് ഇനി നൈറ്റൊക്കെ നല്ല തിരക്കായിരിക്കും. ഇത്തവണ ക്രിസ്മസ് വൈബാക്കുവോ? വൈബാക്കൊന്നൊക്കെ ഫുഡ് വെച്ച് പോകണം നാളെ. എന്താണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി? ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ? എല്ലാ ക്രിസ്മസിനേക്കാളും നല്ല ക്രിസ്മസാണ് മേത്ര ബസാറിന് ഇക്കൊല്ലം. മേത്ര ബസാറിലാണ് കേരളത്തിലെ ക്രിസ്മസിന്റെ ഉത്ഭവ കേന്ദ്രം. ക്രിസ്മസ് ആദ്യം വരിക മേത്ര ബസാറിലെന്നാണ് പറയുന്നത്, അത് തന്നെയാണോ? അതെ, അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ആൾക്കാരുടെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ഓരോ കൊല്ലം കൂടി വരികയാണ്. ക്രിസ്മസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. ക്രിസ്മസ് വൈബാക്കും എത്തവണ? പിന്നെ എന്താണ് ക്രിസ്മസിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ല, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കരോള്, പിന്നെ ന്യൂ ഇയറിന്റെ പരിപാടികള്, വൈബാണ്. ഓണായി, കൊച്ചി ഓണായി ക്രിസ്മസിന് വരവേൽക്കാൻ. ന്യൂ ഇയർ കഴിയണം ഓഫ് ആവണമെങ്കിൽ. ക്രിസ്മസ് ഇത്തവണ വലിയ രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയാൻ സാധിക്കുക. കാരണം അത്രത്തോളം തിരക്കാണ് ഈ മേത്ര ബസാറിൽ അനുഭവപ്പെടുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് കുഴപ്പമില്ല, അടിപൊളിയായിരിക്കുന്നു. തിരക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ ഫുട്പാത്തിലുള്ള കുറച്ച് കച്ചവടം കുറവാണ്. എന്നാലും മോശമില്ല, കടക്കാരൊക്കെ നല്ല ഐറ്റംസ് ഒക്കെ പോയിട്ടുണ്ട്. ഈ ക്രിസ്മസ് ആദ്യം എത്തുന്നത് മേത്ര ബസാറിലാണെന്നാണ് പറയുന്നത്. മേത്ര ബസാറിലാണ് ആദ്യമായിട്ട് ഇത് എത്തുന്നത്. എല്ലാ ആൾക്കാരും കയറി വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മേത്ര ബസാറിൽ. ഈ ക്രിസ്മസ് കച്ചവടക്കാർ മാത്രമല്ല, സാധനം വാങ്ങാൻ വരുന്നവരുടെ തിരക്കാണ് കാണുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ്? കൊള്ളാം, വളരെ ഭംഗിയാണ്. കുറേ ദിവസങ്ങളായിട്ട് ഇതിനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്നത്തെ കൊണ്ട് അവസാനിക്കും. ഇന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി നന്നായിട്ട് നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ പുതിയത് വന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ആറ്റം പോലെ ഇങ്ങനെ കയറി പോരുകയാണ്. അറ്റത്തുനിന്ന് തുടങ്ങിയതാണ്, ഇപ്പൊ ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. എത്ര നേരം പിടിച്ചു പോയി ഒരു മേത്ര ബസാറിൽ മാത്രം? ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കണ്ടു പോകുന്നപ്പോഴത്തേക്കും ഏതാണ്ട് 1/4 മണിക്കൂറിലധികമായി. ഞാൻ അധികം പർച്ചേസ് ചെയ്തില്ല, എങ്കിൽ പോലും കയറി വന്നപ്പോഴത്തേക്കും നല്ല വൈവാണ്. ഇതിനകത്ത് മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആഘോഷമായിട്ട് അതിനകത്തൊരു കടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു വൈവ് കിട്ടും. അത് ഈ മേത്ര ബസാറിന് മാത്രം ഒരു എന്തോ പറയാൻ വേണ്ടി വന്നു. ഈ തിരക്ക് കൂടുതലല്ലേ, തിരക്കുള്ളപ്പോൾ അതിന് ഒരുപാട് ഐറ്റംസ് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഫോണിൻ്റെ ഉപയോഗം ഒരുപാട് കൂടുതലായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ഈ ഫോണിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അങ്ങനെയാണ് ഈ ആൾക്കാർ ബസാറിലോട്ട് കൂടുതലായിട്ട് ആകർഷിച്ച് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇപ്പോൾ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് എല്ലാ മീഡിയകളിലൊക്കെ ഈ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഐറ്റംസ് അതുകൊണ്ട് ഒരുപാട് ഐറ്റം വിറ്റ് പോകുന്നുണ്ട്. സെലക്ഷന് ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ്. അതെല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് തന്നെ നേരുവാണ്. കച്ചവടക്കാർ മാത്രമല്ല, സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ എണ്ണവും അതിൽ കൂടുതലാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ ക്രിസ്മസ് ആദ്യം എത്തുന്നത് മേത്ര ബസാറിലാണ്. കാരണം അത്രത്തോളം കടകളുണ്ട്, അത്രത്തോളം ക്രിസ്മസിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഈ മേത്ര ബസാറിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്രിസ്മസിന് വരവേൽക്കാൻ കൊച്ചിയും ഒപ്പം നമ്മളും റെഡി ആയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയാരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ക്രിസ്തീയ ഗാനം പാടി 1 കോടി ക്ലബിലെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് പത്തനംതിട്ട കോന്നി സ്വദേശിനി പാർവതി. നന്ദിയോടെ ഞാൻ എന്നും തുടങ്ങുന്ന ഗാനം ആലപിച്ചാണ് പാർവതി കാഴ്ചക്കാരുടെ 1 കോടി ക്ലബിലെത്തിയത്. ഞാൻ കേരള വിഷൻ ന്യൂസിന് വരുവാണ്. അപ്പം ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുവാ. നമ്മുടെ ഈ പാട്ടൊക്കെ പാടുന്ന ഒരു പാർവതി ജഗീഷ് എന്ന് പറഞ്ഞ ആളെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? സാർ, അവര് ഇവിടെ ഇപ്പം കോഫി ജ്യൂസ് കഴിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ കാണിച്ചു തരാം. ശരി, ഓക്കെ, ശരി, താങ്ക്സ്. പാർവതി കാണാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പൊ ഹസ്ബൻഡ് പറയാതെ ഇവിടെ കാണുമെന്ന്. ശരിയാ, ഈ ക്രിസ്മസിന്റെ കാലമല്ലേ, അപ്പൊ നമുക്ക് ക്രിസ്തീയ പാട്ടിലൂടെ തന്നെ നമുക്കൊന്ന് തുടങ്ങാം. അപ്പൊ കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി നിരവധി ഈ ക്രിസ്തീയ ഗാനങ്ങളോട് ഇപ്പൊ പാടി ഏകദേശം സ്വന്തമായിട്ടുള്ള യൂട്യൂബിലല്ലേ, യൂട്യൂബിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വരുന്നുണ്ട്. 1 മില്യൺ കഴിഞ്ഞ പാർവതി ജഗീഷാണ് നമ്മളോടിപ്പോൾ ചേരുന്നത്. ബാക്കി ഈ ക്രിസ്മസ് വിശേഷങ്ങളും മറ്റുമെല്ലാം പാർവതി ജഗീഷിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ചേട്ടാ. അപ്പോൾ എങ്ങനെയായിരുന്നു ഗാനത്തിലേക്കുള്ള തുടക്കം, മറ്റു കാര്യങ്ങളൊക്കെ? ഞാൻ ചെറുതിലെ മുതൽ പാട്ടിന്റെ വേൾഡിൽ തന്നെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു കോവിഡിന്റെ ടൈമിന് ശേഷം ഏകദേശം ഒരു
500 ആൽബങ്ങളോളം ഇപ്പൊ പാടിക്കഴിഞ്ഞു. ശരി ശരി. ഡിവോഷണൽ സോങ്സ് ഇപ്പൊ പൊതുവെ ക്രിസ്ത്യൻ ഡിവോഷണൽ മാത്രമല്ല, പൊതുവില് മുഴുവനായിട്ട് ഇങ്ങനെ ഒരു 500ഓളം ആൽബങ്ങളിൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞു. അതിൽ ഒരുപാട് ക്രിസ്ത്യൻ പാട്ടുകൾ പാടി. അപ്പോൾ അതിൽ തന്നെ ഇപ്പോ ഏറ്റവും അവസാനം ഇപ്പോൾ ഇറങ്ങിയ നന്ദിയോടെ ഞാൻ സ്തുതി എന്ന് പറഞ്ഞ അതിന്റെ ഒരു കവർ വെർഷൻ ആയിരുന്നു മാച്ച് പോയിന്റ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടി. അത് ആ ഒരു ചാനലില് ക്രിസ്ത്യൻ സോങ്സ് മാത്രം ഇറങ്ങുന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും റിലീസ് ആവാറുണ്ട്. മാച്ച് പോയിന്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ചാനലിലാണ്. അപ്പൊ അതിലിപ്പോ നന്ദിയോടെ ഞാൻ എന്നൊരു പാട്ട് ഇറങ്ങിയത് ഇപ്പോ വളരെ വേഗം തന്നെ 1 മില്യൺ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ ആ നന്ദിയോടെ തന്നെ നമുക്ക് പറവിൽ നിന്നും തുടങ്ങാം. 2 പേര്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ ഓക്കെ, ഇനിയും ബാക്കി എങ്ങനെയാണ് സംഗീതത്തിലേക്കുള്ള തുടക്കവും മറ്റും? സംഗീതത്തിന്റെ തുടക്കം ചെറുപ്പം മുതൽ സംഗീതത്തിന്റെ വഴിയിൽ തന്നെ ഉണ്ട്. ഗുരുനാഥന്മാര് ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതല് സംഗീതം പഠിച്ചതിന് ശാസ്ത്രീയമായി തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠിക്കുന്നത് കുമാരദാസ് സാർ എന്ന മാഷിന്റെ അടുത്താണ്. അദ്ദേഹം ചെന്നൈയിലാണുള്ളത്. പിന്നെ നിരവധി സ്റ്റേജ് പരിപാടികൾ ചെയ്തു വരുന്നു. ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, പാർവി മ്യൂസിക്സ് എന്നാണ്. അതൊക്കെ ഞങ്ങളുടെ പ്രസ് ക്ലബിന്റെ സംസ്ഥാന സമ്മേളനത്തോട് തന്നെ അനുബന്ധിച്ച് ഞങ്ങളെ ഒത്തിരി ഹൃദയമായിരുന്നു. അതെ, എന്റെ ഒപ്പം ഉള്ളത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നിരവധി കലാകാരന്മാരാണ്. അപ്പൊ അങ്ങനെ ബാൻഡിന്റെ പരിപാടികളും നന്നായി തന്നെ മുമ്പോട്ട് പോകുന്നു. അതോടൊപ്പം ആൽബങ്ങളിലും പാടി വരുന്നു. അങ്ങനെയൊക്കെയാണ് സംഗീത ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ഈ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനത്തിന് ഇടയിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? സംഗീതത്തോടുള്ള ഇഷ്ടം അത്ര വലുതാണ്. ജോലിയോടൊപ്പം തന്നെ സംഗീതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും പിന്തുണ, ജനപിന്തുണയായാലും വീട്ടിൽ നിന്നുള്ള പിന്തുണയായാലും വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതെന്റെ പാഷൻ ആയതുകൊണ്ട് തീർച്ചയായും സംഗീതത്തിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് ആഗ്രഹം. മകളും പാടുമെന്ന് അറിഞ്ഞില്ല, അപ്പൊ രണ്ടുപേരും കൂടി ചേർന്ന് പാടാനുള്ള കഴിവുണ്ട്. ഞാൻ ഒരുമിച്ച് നേരത്തെ ഒരു കവർ വേർഷൻ ചെയ്തിരുന്നു. എന്നാ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു നാട്ടിലെ പാവനി മേരി മാതേ യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പോവാ വെൺമാലാഖ നാമം വാഴ്ത്തി പുൽക്കൂട്ടിലെ താരക കണ്ണിലെ വാത്സല്യമേ ഉൾത്താരിലെ നോവല നീക്കിടും കാരുണ്യമേ മാർത്തേ പാരികൾ പെറ്റമ്മ കണ്ണേയോ ഓർത്തേ പുകൾ പാടുന്നേ ഞങ്ങളോ ഓരോ വാഴ്വിലും വേരായോളേ മരിയേ. ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ ഗാനങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. അത് കൂടാതെ ലൈവ് പ്രോഗ്രാംസ് ഒരുപാട് ചർച്ചകളിലാണെങ്കിലും ക്രിസ്ത്യൻ പാട്ടുകൾ ഒരുപാട് പാടാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 6-7 വർഷമായിട്ട് എല്ലാ ക്രിസ്മസും ഞങ്ങൾ ക്രിസ്ത്യൻ ദേവാലയത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഇത്തവണയും ഉണ്ട്, നാളെയും ഒരു ദേവാലയത്തിൽ തന്നെയാണ് അവർ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും എനിക്ക് ഇതിനോട് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് 8 നോമ്പായാലും ക്രിസ്മസ് ആയാലും അതിനോടൊക്കെ അനുബന്ധിച്ച് പരിപാടികൾ ഉണ്ടാവും, പുതിയ പാട്ടുകൾ ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായും ക്രിസ്ത്യൻ ഡിവോഷണലിനോട് ഒന്നുകൂടി എനിക്ക് കൂടുതലായിട്ട് പാടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യധാര ചാനലുമൊക്കെ ഇതിനകത്തൊക്കെയാ പങ്കെടുത്തിട്ടുള്ളത്? മുഖ്യധാര ചാനലുകൾ എന്ന് പറയുമ്പോൾ കൈരളി ചാനൽ, സൂര്യ TV, പിന്നെ മുമ്പ് ആകാശവാണിയിൽ പാടിയിരുന്നു. ഇപ്പോ കഴിഞ്ഞ വർഷം ചിത്ര ചേച്ചിയോടൊപ്പം ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സിൽ പാടാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ ദുബായ് NDTV ചാനലിന് വേണ്ടി മുമ്പ് ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ആയിരുന്നു ചെയ്തിരുന്നു. പിന്നെ രവീന്ദ്ര സംഗീതോത്സവം കൊച്ചി, അവിടെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പ്ലാറ്റ്ഫോംസും ഒരുപാട് നല്ല സ്റ്റേജുകളും ലഭിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ ഭർത്താവ് ജഗീഷിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്?
തീർച്ചയായും ഞാൻ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയും എന്നുള്ള നിലയിൽ തീർച്ചയായും എൻ്റെ ഹസ്ബൻഡിന്റെ പിന്തുണയില്ലാതെ ഇതൊന്നും നടക്കില്ല. അദ്ദേഹം ഒരു കലാസ്നേഹിയാണ്, ഒരുപാട് പാട്ടുകൾ ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചും വലിയൊരു പിന്തുണ തന്നെയാണ് അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ക്രിസ്ത്യഗാനം കൂടി 2 വരി. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ നീതിമാന്റെ മാർഗം നൽകണേ, ഇടയ വഴിയിൽ അഭയമരുളൂ, രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ നീതിമാന്റെ മാർഗം നൽകണേ. ഇതിനോടൊപ്പം തന്നെ ഈ ഇത്രയും കാലത്തെ ഈ സംഗീത ജീവിതത്തിനിടയിലെ ഓർമ്മയിൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ, സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം? സന്തോഷകരമായ അനുഭവം എന്ന് പറയുമ്പോൾ ചെറുതിലെ മുതൽ ഞാൻ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത് സ്ഥിരമായി എല്ലാ വർഷവും മുൻപിലെത്തിയിരുന്നു. എപ്പോഴും സ്റ്റേറ്റ് ലെവൽ വരെ അത് പാട്ടും നൃത്തവും നാടകവും രചനാ വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് ഫസ്റ്റൊക്കെ വന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള 1ാം സ്ഥാനമൊക്കെ വന്നിട്ട് എല്ലാവരും അറിയുമ്പോഴും പത്രത്തിലൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അടുത്തിടയിൽ അറിയപ്പെടുന്ന ഒരുപാട് സംഗീതജ്ഞരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അപ്രിസിയേഷൻ ലഭിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ 1-2 വലിയ പരിപാടികളിലേക്ക് ഇപ്പൊ ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് സന്തോഷമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശസ്തരായ ഒരുപാട് സംഗീതജ്ഞരോടൊപ്പം വേദികൾ പങ്കിടാൻ സാധിക്കുന്നു. അതൊക്കെ തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് സംഗീത വഴിയിലുള്ള എല്ലാം എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സിനിമയിലേക്ക് എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഇതുവരെ വന്നിട്ടുണ്ടോ? ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സിനിമയുമായി ബന്ധപ്പെട്ട ടി സീരീസ് പോലെയുള്ള കമ്പനികളിൽ പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട്. ടി സീരീസ്, ലഹരി മ്യൂസിക്, ഡ്രാഗൺ ഫ്ലൈ ഫിലിംസ്, ഗീതാഞ്ജലി മ്യൂസിക്, അങ്ങനെയുള്ള ചെന്നൈയിലെ ഉൾപ്പെടെ അറിയപ്പെടുന്ന ചാനലുകളിൽ സിനിമയുടെ തന്നെ ഭാഗമായിട്ടുള്ള പാട്ടുകൾ പാടാൻ സാധിച്ചു. സിനിമയിലേക്ക് പാടാനായിട്ട് അവസരങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. അതൊന്നും ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും ഒരു ഗാനം കൂടി പാടി നമുക്ക് ജോലിത്തിരക്കിനിടയിലാണ് പാർവതി നമ്മളോടൊപ്പം ഇത്രയും സമയം പങ്കിട്ടത്. കുട്ടികളോട് ചേർന്ന് വീണ്ടും ഒരു പാട്ടോടെ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. ലോകമെമ്പാടും തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയിൽ ക്രിസ്തീയ ഗാനങ്ങളിലൂടെ നമ്മളെ ഭക്തിസാന്ദ്രമാക്കിയ പാർവതി ജഗീഷും മക്കളുമാണ് നമ്മളോടൊപ്പം കേരള വിഷൻ ന്യൂസുമായി പാട്ടുപാടി ഈ ദിനത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കിയത്. ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. അവയവദാനത്തിലൂടെ മാതൃകയായ കൊല്ലം കിളിക്കൊല്ലൂർ വിനോദിന്റെ കുടുംബത്തിന് CPIM കല്ലുതാഴം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകി. സ്നേഹവീടിന്റെ താക്കോൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കൈമാറി. 2022 ജനുവരി 4 നടന്ന വാഹന അപകടത്തിലാണ് വിനോദിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. വലിയ ദുരന്തത്തിനിടയിലും വിനോദിന്റെ കൈകൾ ഉൾപ്പെടെ 8 അവയവങ്ങൾ 7 പേർക്കായി ദാനം ചെയ്യാൻ ഭാര്യ സുജാതയും മക്കളും എടുത്ത തീരുമാനം നാടിന് വലിയ മാതൃകയായി. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞാണ് CPIM വീട് നിർമ്മിച്ചു നൽകിയത്.
തൃശൂർ പാവറട്ടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അധം MK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരോൾ ഗാനങ്ങൾ പാടിയും ആശംസകൾ പങ്കുവച്ചും കേക്ക് വിതരണം ചെയ്തും മാധ്യമപ്രവർത്തകർ ഉണ്ണിയേശുവിന്റെ ഓർമ്മകൾ പുതുക്കി. പ്രസ് ഫോറം പ്രവർത്തകരും പങ്കെടുത്തു. മലപ്പുറം നിലമ്പൂർ നായാടം പോയിന്റ് മലയോര ഹൈവേ നിർമ്മാണം തുടങ്ങി. മൈലാടി പാലം മുതൽ മൂപ്പേടം വരെയുള്ള റോഡിന്റെ നിർമ്മാണം 2026 മെയ് മാസത്തോടെ പൂർത്തീകരിക്കും. മൂപ്പാടം മുതൽ നായാടം പൊയിൽ വരെയുള്ള 2ാം റീച്ചിന്റെയും നിർമ്മാണം നടന്നുവരികയാണ്. കക്കാടം പൊയിൽ മുതൽ മൈലാടിപ്പാടം വരെയും മലയോര ഹൈവേ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്തുന്നത്. കേരള റോഡ്സ് ഫണ്ട് വിഭാഗത്തിലാണ് നിർമ്മാണ ചുമതല. AE മുഹസിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. മലപ്പുറത്ത് ക്രിസ്മസ് കളറാക്കാൻ കേക്ക് ഫെസ്റ്റും ഫാഷൻ ഷോയുമായി കുടുംബശ്രീ. വണ്ടൂർ ടൗൺ സ്ക്വയറിലാണ് രുചി വൈവിധ്യം പരിചയപ്പെടുത്തി കേക്ക് ഫെസ്റ്റും കൊച്ചുകുട്ടികൾ മുതൽ വീട്ടമ്മമാരെ ഉൾപ്പെടുത്തി റാംവാക്കും സംഘടിപ്പിച്ചത്. വനിതാ സംരംഭകർക്ക് വിപണി കണ്ടെത്തുകയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം. ബ്ലോക്കിന് കീഴിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ തയ്യാറാക്കിയ 44 ഇനം കേക്കുകളാണ് വിപണനിയിൽ ഉണ്ടായിരുന്നത്. വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത കുടുംബശ്രീ അംഗങ്ങളും അവരുടെ മക്കളും ഫാഷൻ ഷോയിൽ റാംവാക്ക് നടത്തി. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് തലസ്ഥാന നഗരിയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയ്ക്കായി അനന്തപുരിയുടെ മണ്ണിലെത്തിയ ലോക ജേതാക്കൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തലസ്ഥാന നഗരിയിൽ ആദ്യ രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിനായി പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും താരങ്ങൾ എത്തിയത്. എയർപോർട്ടിലെത്തിയ ഇരു ടീമുകളെയും തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജീവ്, ഇന്ത്യയുടെ മലയാളി താരം സജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ക്യാപ്റ്റൻ ഹർമൻ പ്രദീപിനൊപ്പം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന, ജമീമ, ഷാഫിലി വർമ്മ, റിച്ച് ഘോഷ്, സ്നേഹ റാണ, അമൻജീത് കൗർ, അരുന്ധതി റെഡ്ഡി തുടങ്ങിയവരും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു. ചാമരി അട്ടപ്പെടുകയാണ് ശ്രീലങ്കൻ ടീം ക്യാപ്റ്റൻ. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിലാണ് ഇരു ടീമുകളും താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡിസംബർ 26, 28, 30 തീയതികളിൽ കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. വിശാഖപട്ടണത്തിൽ നടന്ന ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യക്കായിരുന്നു ജയം. ഒരു മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം.